വെൽക്കം ചിൽഡ്രൻ. ഇന്ന് നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് 5ാമത്തെ യൂണിറ്റിലെ സർഫസ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ ആണ്. അതിലെ ആദ്യത്തെ ഭാഗം നമുക്ക് ഇന്ന് പഠിക്കുകയാണ്. എന്താണ് സർഫസ് കെമിസ്ട്രി? സർഫസ് കെമിസ്ട്രിയിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് 2 ടേംസ് ആണ്. ഒന്ന് അഡ്സോർപ്ഷൻ. എന്താണ് അഡ്സോർപ്ഷൻ? സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം, AD. വേറൊന്ന് അബ്സോർപ്ഷൻ. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം, A കഴിഞ്ഞ് B ആണ്. അപ്പൊ ഇവിടെ D, ഇവിടെ B. അപ്പൊ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് നമ്മള് സിലിക്ക ജെല്ലിനെ എടുത്ത് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക, അല്ലെ സിലിക്ക ജെല്ലിലേക്ക് വാട്ടർ ഒഴിക്കുക. അപ്പൊ സിലിക്ക ജെല്ലിന്റെ സർഫസിൽ മാത്രം, ഉപരിതലത്തിൽ മാത്രം വാട്ടർ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സിലിക്ക ജെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ കടക്കത്തില്ല. അതുപോലെ ഈർപ്പമില്ലാത്ത കാൽസ്യം ക്ലോറൈഡിലേക്ക് വാട്ടർ ഒഴിക്കുക, അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. അപ്പൊ ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ആ കാൽസ്യം ക്ലോറൈഡിന്റെ ആ ബൾക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിലും അതിന്റെ ഉള്ളിലേക്കും ഒരേപോലെ വാട്ടർ എൻട്രി ചെയ്യാൻ തുടങ്ങും. അതിനാ പറയുന്നത് അബ്സോർപ്ഷൻ. അതുപോലെ അക്വസ് സൊല്യൂഷൻ ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? ഷുഗറിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടിയ സൊല്യൂഷൻ. അത് റോ ഷുഗർ ആണ്, സംസ്കരിക്കാത്ത ഷുഗർ. അതിന്റെ ഒക്കെ സൊല്യൂഷൻ നമ്മൾ ഒരു ആനിമൽ ചാർക്കോളിന്റെ ലേക്ക് ഒഴിക്കുക. അപ്പൊ ആനിമൽ ചാർക്കോളിന്റെ സർഫസില് ഈ കളർ എല്ലാം, അക്വസ് ഷുഗറിന്റെ റോ ഷുഗറിന്റെ കളറുണ്ട്, അതിന്റെ കളറിംഗ് മാറ്റർ എല്ലാം ഈ ആനിമൽ ചാർക്കോളിന്റെ സർഫസിലേക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ആനിമൽ ചാർക്കോളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സൊല്യൂഷൻ കളർലെസ് ആയിരിക്കും. ഷുഗർ സൊല്യൂഷൻ ക്ലിയർ ആയിരിക്കും, കളർലെസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നടന്നത് അഡ്സോർപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്സോർപ്ഷൻ? AD. അതായത് ദ ഫിനോമിനോൺ ഓഫ്, പ്രതിഭാസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് particles of one substance on the surface of another substance is called adsorption. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസ് വേറൊരു സബ്സ്റ്റൻസിന്റെ, ഒരു സോളിഡിന്റെയോ അല്ലെങ്കിൽ ലിക്വിഡിന്റെയോ സർഫസിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു, ഉള്ളിലേക്ക് കടക്കുന്നില്ല സോളിഡിന്റെ. ആ പ്രതിഭാസത്തിനാ പറയുന്നത് അഡ്സോർപ്ഷൻ, AD. The phenomenon of concentration of particles of one substance on the surface of another substance rather than in the bulk, ഉള്ളിലേക്ക് കടക്കാതെ, is called adsorption. An example ആണ് color of raw sugar is absorbed by animal charcoal. raw sugarന്റെ കളർ ആനിമൽ ചാർക്കോളിന്റെ സർഫസിൽ മാത്രം അബ്സോർബ് ചെയ്യും, പുറത്തേക്ക് വരുന്ന സൊല്യൂഷൻ ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ ഗ്രേ കളറിൽ കാണുന്നത് ഒരു ബോഡി സർഫസ് ആണ്. മേളിൽ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്ന വേറൊരു സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആ സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസ് ആ ഗ്രേ കളറിലെ ബോഡി സർഫസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനാ പറയുന്നത് അഡ്സോർപ്ഷൻ, AD. അതായത് ദ ഫിനോമിനോൺ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വൺ സബ്സ്റ്റൻസ് ഓൺലി ഓൺ ദി സർഫസ് ഓഫ് അനദർ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എക്സാമ്പിൾ ആണ് ammonia adsorbed on the surface of charcoal. Adsorption of ammonia on charcoal. ഇവിടെ യെല്ലോ കളറിൽ കാണുന്നത് ഒരു ബോഡി സർഫസ് ആണ്. അതിൻ്റെ ഞാൻ അബ്സോർപ്ഷൻ പഠിപ്പിക്കുകയാണ്, AB. അതായത് വേറൊരു സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾസ് ആണ് ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. അത് യെല്ലോ കളറിലെ ബോഡിക്കുള്ളിലേക്കും കൂടെ ആ പാർട്ടിക്കിൾസ് കിടക്കുന്നു. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനോൺ ആണ്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്, യൂണിഫോം കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വൺ സബ്സ്റ്റൻസ് throughout the bulk of another substance is called absorption, AB. An example ആണ് ammonia is absorbed by water, AB. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതിന്റെ സർഫസിലാണോ, ഏത് സബ്സ്റ്റൻസിന്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത്, ആ സർഫസിനെ നമ്മൾ അഡ്സോർബെന്റ് എന്ന് പറയും. ഇവിടെ ആനിമൽ ചാർക്കോളിന്റെ സർഫസിലാണ് അഡ്സോർപ്ഷൻ നടന്നത്. അതുകൊണ്ട് ആനിമൽ ചാർക്കോളിനെ നമ്മൾ അഡ്സോർബെന്റ് എന്ന് പറയും.
ഏത് സബ്സ്റ്റൻസിനെയാണോ അഡ്സോർബ് ചെയ്തത് അതിനെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് പറയും. ഈ കേസിൽ റോ ഷുഗറിന്റെ കളറിംഗ് മാറ്ററിനെയാണ് അഡ്സോർബ് ചെയ്തത്. അപ്പൊ ഇവിടുത്തെ കളറിംഗ് മാറ്ററിനെ നമ്മൾ പറയുന്നത് അഡ്സോർബേറ്റ് എന്ന് പറയും. അപ്പം the substance on whose surface adsorption takes place is called adsorbent, and the substance that is adsorbed is called adsorbate. അപ്പൊ ഇവിടെ നമ്മൾ സിലിക്ക ജെല്ലിൽ വാട്ടർ ഒഴിക്കുക. അപ്പൊ സിലിക്ക ജെല്ലിന്റെ സർഫസിലാണ് വാട്ടർ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിലിക്ക ജെല്ലിനെ നമ്മൾ എന്ത് പറയും? അഡ്സോർബെന്റ്. വാട്ടർ മോളിക്യൂളിനെ എന്ത് പറയും? അഡ്സോർബേറ്റ്. അപ്പം ഏത് സബ്സ്റ്റൻസിന്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അത് അഡ്സോർബെന്റ്. ഏത് മോളിക്യൂൾസിനെയാണോ അഡ്സോർബ് ചെയ്യുന്നത് അത് അഡ്സോർബേറ്റ്. The substance on whose surface adsorption takes place is called adsorbent, and the substance that is adsorbed is called adsorbate. ഇനി നമുക്ക് വേറൊരു ടേം ഇവിടെ പഠിക്കാനുണ്ട്, ഡീസോർപ്ഷൻ. അതായത് ഇപ്പൊ ആനിമൽ ചാർക്കോളിന്റെ സർഫസിൽ റോ ഷുഗറിലെ കളറിംഗ് മാറ്റർ അഡ്സോർബ് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ ഈ അഡ്സോർബേറ്റിനെ, കളറിംഗ് മാറ്ററിനെ അഡ്സോർബന്റിന്റെ സർഫസിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അങ്ങനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ഡീസോർപ്ഷൻ. അഡ്സോർപ്ഷന്റെ നേരെ വിപരീത പ്രതിഭാസം. The phenomenon of removal of adsorbed substance. ഇതാണ് adsorbate, coloring matter of sugar. The phenomenon of removal of adsorbed substance from the surface of adsorbent is called desorption. ഇനി ഒരു കാര്യം കൂടെ, നമ്മളിപ്പം ക്രിസ്റ്റലൈൻ ഫോമിൽ ആനിമൽ ചാർക്കോളിനെ എടുത്തത് അതിനെ അങ്ങ് പൊടിക്കുക. ഈ ക്രിസ്റ്റലിനെ അങ്ങ് പൊടിക്കുമ്പോൾ കൂടുതൽ ഏരിയയിൽ നമുക്ക് ആനിമൽ ചാർക്കോളിനെ വിതറിയിടാമല്ലോ. അപ്പൊ കൂടുതൽ ഏരിയയിൽ വിതറിയിടാവുമ്പം റോ ഷുഗറിനെ അതിലേക്ക് ഒഴിക്കുമ്പോൾ അഡ്സോർബന്റിന്റെ സർഫസ് ഏരിയ കൂടി. അപ്പൊ അഡ്സോർപ്ഷന്റെ എക്സ്റ്റെന്റ് അളവും കൂടും. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഓഫ് ദി അഡ്സോർബന്റ്. അതുകൊണ്ട് അതിനെ എങ്ങനെ എടുക്കണം? അബ്സോർബന്റ് in powdered form has greater surface area. Adsorbent powdered formiലാണെങ്കിൽ surface area കൂടുതലാണ്. Therefore, extent of adsorption also increases. Extent of adsorption increases with the increase in surface area of the adsorbent. Therefore, animal charcoal in finely divided form has greater surface area. In the finely divided form, നന്നായി പൊടിച്ച ചാർക്കോളിനെ നന്നായി പൊടിച്ച ഫോമിൽ അങ്ങ് ഇടുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടുന്നു, എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും കൂടുന്നു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സർഫസിൽ നടക്കുന്ന പ്രതിഭാസം ഏതാ? അഡ്സോർപ്ഷൻ അല്ലെ. അപ്പൊ അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിനോൺ. ഇനി മറ്റേ അബ്സോർപ്ഷനോ ആ ബോഡിയുടെ ബൾക്കിലേക്കും ഉള്ളിലേക്കും കിടക്കും. സ്പോഞ്ച് വെള്ളത്തിൽ മുക്കുന്ന കാര്യം ഓർത്താൽ മതി. അപ്പൊ സ്പോഞ്ചിന്റെ സർഫസിലും ഉള്ളിലും എല്ലാം വാട്ടർ കിടക്കും. അപ്പൊ ഇറ്റ് ഈസ് എ ബൾക്ക് ഫിനോമിനോൺ. അബ്സോർപ്ഷൻ ഈസ് എ ബൾക്ക് ഫിനോമിനോൺ. അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിനോൺ. അബ്സോർപ്ഷൻ ഈസ് എ ബൾക്ക് ഫിനോമിനോൺ. അപ്പൊ അഡ്സോർപ്ഷനിൽ എന്താ നടക്കുന്നത്? ഒരു സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസ് വേറൊരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇൻ അഡ്സോർപ്ഷൻ particles of one substance get higher concentration of particles of one substance on the surface of another substance. മറ്റേടത്ത് എങ്ങനെയാ? സ്പോഞ്ചിന്റെ കേസില് അല്ലെങ്കിൽ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെ യൂണിഫോം കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ യൂണിഫോം കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് ദി സോളിഡ്. ആ കാൽസ്യം ക്ലോറൈഡ് സബ്സ്റ്റൻസിന്റെ ഉള്ളിലേക്കും സർഫസിലും എല്ലാം വാട്ടർ മോളിക്യൂൾസ് കയറുന്നു. അപ്പോഴ് യൂണിഫോം കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് ദി സോളിഡ്. വാട്ടർ മോളിക്യൂൾസിന്റെ പാർട്ടിക്കിൾസ് കാൽസ്യം ക്ലോറൈഡിന്റെ ബോഡി മുഴുവൻ ആ ബൾക്ക് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വേറൊരു ഡിഫറൻസ്, ഇപ്പം അഡ്സോർപ്ഷന്റെ കേസില് തുടക്കത്തിൽ അത് സ്പീഡിലായിരിക്കും നടക്കുന്നത്, പിന്നെ അത് സ്ലോ ആയിട്ടായിരിക്കും. ഇറ്റ് ഈസ് റാപ്പിഡ് ഇൻ ദി ബിഗിനിങ് ആൻഡ് ഇറ്റ്സ് റേറ്റ് സ്ലോലി ഡിക്രീസസ്. അതേസമയം അബ്സോർപ്ഷൻ സ്പോഞ്ചിനെ എടുത്ത് വെള്ളത്തിൽ മുക്കിയാൽ പെട്ടെന്നാണ് യൂണിഫോം റേറ്റില് ഇറ്റ് ടേക്സ് പ്ലേസ് എറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. യൂണിഫോം റേറ്റിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ മൂന്ന് ഡിഫറൻസ് ഓർത്തിരിക്കുക. എക്സാമ്പിള് അൺഹൈഡ്രസ് അല്ലെ സിലിക്ക ജെൽ അഡ്സോർബ് വാട്ടർ
anhydrous calcium chloride absorb water. What are the differences between adsorption and absorption? Adsorption is a surface phenomenon while absorption is a bulk phenomenon. In absorption, higher concentration of particles takes place on the surface rather than in the bulk of the solid. ഉള്ളിലേക്ക് കടക്കാതെ സർഫസിൽ കേന്ദ്രീകരിക്കുന്നു. മറ്റേതിലോ യൂണിഫോം കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് ദി സോളിഡ്. സോളിഡിന്റെ ഉള്ളിലും സർഫസിലും എല്ലാം ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ അഡ്സോർപ്ഷൻ ഇറ്റ്സ് റേറ്റ് ഈസ് it takes place rapidly in the beginning and then slowly. അതേസമയം മറ്റേതോ absorption takes place at uniform rate. ഈ ഡിഫറൻസ് ഓർത്തിരിക്കുക. anhydrous calcium chloride absorb water, silica gel absorb water. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സോർപ്ഷൻ. അതായത് അഡ്സോർപ്ഷനും ഡീസോർപ്ഷനും ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സിനെ പറയുന്നത് സോർപ്ഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് adsorption and desorption takes place simultaneously is called sorption. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. അതായത് ഇപ്പൊ ഒരു സോളിഡിന്റെ സർഫസിലാണ് വേറൊരു സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസ് വന്ന് അഡ്സോർബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്യാസ് ആണ് ഇരിക്കുന്നത്, ഒരു ഓക്സിജൻ ഗ്യാസ് ഒരു മെറ്റലിന്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുക. അപ്പൊ ഇവിടെ ഓക്സിജൻ ഗ്യാസിനും മെറ്റലിന്റെ സർഫസിനും ഇടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ മോളിക്യൂൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറയും അല്ലെ, കൈനറ്റിക് എനർജി കുറയും, എനർജി കുറയുന്നു. എനർജി കുറയുമ്പോ കുറഞ്ഞ എനർജി എങ്ങോട്ട് പോയി? സറൗണ്ടിങ്ങിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഓക്സിജന്റെ ഗ്യാസ് മോളിക്യൂൾസ് സോളിഡിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്തപ്പോൾ എനർജിയെ പുറത്തേക്ക് വിട്ടു. എനർജിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നടക്കുന്ന പ്രോസസ്സിന് എന്താ പറയാ? എക്സോതെർമിക് പ്രോസസ്. എന്താണ് എക്സോതെർമിക് പ്രോസസ്? എക്സോതെർമിക് പ്രോസസ്സിൽ ഡിഫറൻസ് ഇൻ എൻതാൽപി ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എങ്ങനെ വരും? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ, നെഗറ്റീവ് ആയിരിക്കും. അപ്പം the adsorption is accompanied by evolution of heat energy and hence it is an exothermic process and hence delta H of adsorption is negative. അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചതാണ്. ഗേഷ്യസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ഗേഷ്യസ് മോളിക്യൂൾസ് എപ്പോഴും റാൻഡം മോഷനിലാണ്. അപ്പം അവിടെ റാൻഡംനെസ്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏത് ടേം വെച്ചാണ്? എൻട്രോപ്പി അല്ലെ. അപ്പൊ ഇവിടെ ഗേഷ്യസ് മോളിക്യൂൾസിന് എൻട്രോപ്പി കൂടുതലാണ്. അതൊക്കെ ഒരു സോളിഡിന്റെ സർഫസിൽ വന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? അവിടെ റാൻഡംനെസ് കുറയുന്നു അല്ലെ, ഫ്രീഡം കുറയുന്നു. അപ്പൊ എൻട്രോപ്പി കുറയുന്നു. അപ്പൊ എൻട്രോപ്പി ചേഞ്ച് എങ്ങനെയായിരിക്കും? ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. അഡ്സോർപ്ഷൻ ഈസ് അക്കംപനീഡ് ബൈ ഡിക്രീസ് ഓഫ് എൻതാൽപി ആൻഡ് ഡിക്രീസ് ഓഫ് entropy. ഇതാണ് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. ഡ്യൂറിംഗ് അഡ്സോർപ്ഷൻ എൻതാൽപി ഡിക്രീസസ് ആൻഡ് എൻട്രോപ്പി ഓൾസോ ഡിക്രീസസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പിലുള്ള അഡ്സോർപ്ഷൻ ഉണ്ട്. ഒന്ന് ഫിസിസോർപ്ഷനും ഒന്ന് കെമിസോർപ്ഷനും. അതായത് ഇപ്പോഴ ഫിസിസോർപ്ഷനിൽ അഡ്സോർബെന്റിനും അഡ്സോർബേറ്റിനും ഇടയില് വളരെ വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സസ് ആണ്. അതേസമയം കെമിസോർപ്ഷനിൽ അഡ്സോർബെന്റിനും അഡ്സോർബേറ്റിനും ഇടയിൽ കെമിക്കൽ ബോണ്ട് തന്നെ ഫോം ചെയ്യുന്നു. അതായത് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ് ഓൺ സോളിഡ്, there is very weak van der Waals forces of attraction between gas and solid substance. അതേസമയം കെമിസോർപ്ഷനിൽ ഇപ്പൊ ഓക്സിജൻ മോളിക്യൂള് മെറ്റലിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ് ഈസ് ഫോംഡ്. When hydrogen gas is adsorbed on transition metal surface, metal hydrates are formed. ഇവിടെ എല്ലാം കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്. കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തുകൊണ്ടുള്ള അഡ്സോർപ്ഷൻ ആണ് കെമിസോർപ്ഷൻ. അഡ്സോർബന്റിനും അഡ്സോർബേറ്റിനും ഇടയിൽ വളരെ വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ വഴി ഫോം ചെയ്യുന്നതാണ് ഫിസിസോർപ്ഷൻ. ഇനി ഇത് തമ്മിൽ വേറൊരു ഡിഫറൻസ്, നമുക്ക് ഏതെങ്കിലും ഗ്യാസിന് ഏതെങ്കിലും അഡ്സോർബന്റ് സോളിഡ് അഡ്സോർബന്റിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യാൻ പറ്റും.
അഡ്സോർബന്റ് സോളിഡ് ഒരു ഗ്യാസിന് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നില്ല. Adsorbent solid does not give any preference towards any gas. Therefore, physics option is not specific. അതേസമയം കെമിസ് ഓപ്ഷനിലോ ഇന്ന രണ്ട് ആറ്റംസിനിടയ്ക്ക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എല്ലാ ആറ്റംസിനിടയ്ക്കും ബോണ്ട് ഫോം ചെയ്യത്തില്ല. അപ്പൊ അത് ഇന്ന ആറ്റംസിനിടയ്ക്ക് ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ കെമിസ് ഓപ്ഷൻ ഈസ് സ്പെസിഫിക് ഇൻ നേച്ചർ. അതാണ് അടുത്ത ഡിഫറൻസ്. പിന്നെ ഒരു ഡിഫറൻസ് നമുക്കിപ്പം വളരെ വീക്ക് ആയിട്ടുള്ള വണ്ടർവാൾസ് ഫോഴ്സ് വഴിയാണ് ഫിസിക്സ് ഓപ്ഷനിൽ അഡ്സോർബന്റിന്റെ സർഫസിൽ അഡ്സോർബേറ്റ് വന്ന് പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും ഈസി ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഓപ്ഷൻ ഈസ് റിവേഴ്സിബിൾ. അതേസമയം ഇവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു അഡ്സോർബന്റിനും അഡ്സോർബേറ്റിനും ഇടയ്ക്ക്. പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അതിനെ പറഞ്ഞ ഇറിവേഴ്സിബിൾ. കെമിക്സ് ഓപ്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ. അതുപോലെ ഫിസിക്സ് ഓപ്ഷനിൽ മൾട്ടി ലെയേഴ്സ് ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ ആദ്യം അഡ്സോർബന്റിന്റെ സർഫസിൽ ഒരു ലെയർ അഡ്സോർബേറ്റ് ഫോം ചെയ്തു, വീണ്ടും അതിന്റെ സർഫസിൽ അടുത്ത ലെയർ അഡ്സോർബേറ്റ് ഫോം ചെയ്തു. അപ്പം ഇൻ ഫിസിക്സ് ഓപ്ഷൻ മൾട്ടി ലെയേഴ്സ് ആർ ഫോംഡ്. അതേസമയം കെമിക്സ് ഓപ്ഷനിലോ അഡ്സോർബന്റിനും അഡ്സോർബേറ്റിനും ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ അഡ്സോർബേറ്റ് ലെയറിന്റെ മണ്ടയ്ക്ക് വീണ്ടും അഡ്സോർബേറ്റ് വന്ന് പറ്റി പിടിച്ചിരിക്കത്തില്ല. അപ്പൊ മോണോ ലെയർ ഈസ് ഫോംഡ് ഇൻ കെമിക്സ് ഓപ്ഷൻ. അതുപോലെ അടുത്ത ഡിഫറൻസ് ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറില് കെമിക്സ് ഓപ്ഷൻ ആണ് നടക്കുന്നത്, ഹൈ ടെമ്പറേച്ചർ. അതേസമയം ഫിസിക്സ് ഓപ്ഷൻ ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്തോറും ഈ അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസ് അങ്ങ് നീക്കം ചെയ്യപ്പെടും. എന്താ പറയാ? ഡീസോർപ്ഷൻ. ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡീസോർപ്ഷൻ ടേക്സ് പ്ലേസ്. അതേസമയം കെമിക്കൽ റിയാക്ഷന്റെ കേസിൽ എങ്ങനെയാ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ with increase in temperature, extent of chemical option also increases. അതുപോലെ എന്താ? എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ കുറവാണ് ഫിസിക്സ് ഓപ്ഷനിൽ. എന്താ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു അഡ്സോർബന്റിന്റെ സർഫസിൽ അഡ്സോർബേറ്റ് വന്ന് പറ്റിപ്പിടിച്ചിരിക്കുമ്പം രണ്ടിന്റെ ഇടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയി. ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ അത് വളരെ വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോ എങ്ങനെയാ? രണ്ടിനെയും എനർജി കുറഞ്ഞു, ഫ്രീഡം കുറഞ്ഞു. അപ്പൊ എനർജിയെ പുറത്തേക്ക് വിട്ടു. ആ പുറത്തേക്ക് വിടുന്ന ഹിറ്റ് എനർജിയാ പറയുന്നത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. അപ്പൊ ഇവിടെ ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ വളരെ വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് കുറച്ച് എനർജിയെ പുറത്തേക്ക് വിടുന്നുള്ളൂ. അപ്പൊ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ കുറവാണ്. അതേസമയം കെമിക്സ് ഓപ്ഷന്റെ കേസിലോ കെമിക്കൽ ബോണ്ട് തന്നെ ഫോം ചെയ്യുന്നത് അഡ്സോർബന്റിനും അഡ്സോർബേറ്റിനും ഇടയില്. അപ്പൊ കൂടുതൽ ഹീറ്റ് എനർജിയെ പുറത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ കെമിക്സ് ഓപ്ഷന്റെ കേസിൽ കൂടുതലാണ്. അതുപോലെ അടുത്തൊരു ഡിഫറൻസ് ആണ് ഫിസിക്സ് ഓപ്ഷനിൽ ആക്ടിവേഷൻ എനർജി ഒന്നുമില്ല. ആക്ടിവേഷൻ എനർജി എന്താണെന്ന് അത് നമുക്കൊരു ഗ്രാഫ് ഞാൻ പിന്നീട് വരച്ചു കാണിക്കാം, അപ്പം കൂടുതൽ മനസ്സിലാവും. അതേസമയം കെമിക്സ് ഓപ്ഷനിൽ ഹൈ ആക്ടിവേഷൻ എനർജി ഉണ്ട്. ഇത്രയാണ് ഫിസിക്സ് ഓപ്ഷനും കെമിക്സ് ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് കെമിക്സ് ഓപ്ഷൻ? In physics option, van der Waals forces are involved, while in chemics option, chemical bond formation takes place between adsorbent and adsorbate. Physics option not specific, while chemics option is specific in nature. Physics option is reversible, while chemics option is irreversible. In physics option, multi layers are formed, while in chemics option, monolayer is formed. And in physics option, enthalpy of adsorption is low, while in chemics option, enthalpy of adsorption is high. In physics option, no activation energy is involved, while in chemics option, high activation energy is involved. And physics option takes place at lower temperature, and extent of physics option decreases with the increase of temperature. And in chemics option, high temperature is needed, and extent of adsorption increases with the increase in temperature.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫിസിസോർപ്ഷന്റെ റേറ്റ് കുറയുന്നത്? Why ഫിസിസോർപ്ഷൻ decreases with the increase of temperature? കാരണം ഇവിടെ നോക്കിയേ, സോളിഡിന്റെ സർഫസിൽ ഗ്യാസ് വന്ന് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പൊ ഈ അബ്സോർപ്ഷനാ കാണിച്ചിരിക്കുന്നത്. ഇത് സർഫസ്, സോളിഡിന്റെ സർഫസിൽ ഗ്യാസ് വന്ന് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് മുമ്പോട്ടുള്ള ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് നമ്മളിപ്പോ പഠിച്ചു. അഡ്സോർപ്ഷൻ ഇസ് ആൻ എക്സോതെർമിക് പ്രോസസ്. പിന്നെ ഫിസിസോർപ്ഷൻ ഈസ് റിവേഴ്സിബിൾ എന്ന് പഠിച്ചു. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മളെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ലിഷാർഡ് പ്രിൻസിപ്പിൾ അനുസരിച്ച് സിസ്റ്റത്തിന് എന്ത് ടെൻഡൻസിയാ? ടെമ്പറേച്ചർ കുറയ്ക്കാൻ. എങ്ങനെ? ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എനർജി. ദാറ്റ് ഈസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻ ഏതാ? എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ, ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാ? സോളിഡിന്റെ സർഫസിൽ നിന്ന് ഗ്യാസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡീസോർപ്ഷൻ. Physisorption is an exothermic process. When we increases the temperature, according to Lee-Sharkey's principle, system has a tendency to decrease the temperature by the absorption of heat energy. That is, endothermic reaction takes place. Here, desorption takes place. Hence, extent of adsorption decreases with the increase of temperature in case of physisorption. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അഡ്സോർപ്ഷൻ ഐസോതെർം. ഐസോതെർം എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഐസോതെർമൽ. അതായത് നമ്മളിപ്പോഴ് എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ x/m എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. എന്താണ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ? അതായത് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബെന്റ്, എക്സ് മാസ് ഓഫ് അഡ്സോർബേറ്റ്. അപ്പൊ ഒരു നിശ്ചിത മാസ് അഡ്സോർബെന്റിന്റെ പുറത്ത് എത്ര മാസ് അഡ്സോർബേറ്റ് അഡ്സോർബ് ചെയ്തു, അതാണ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ, x/m. അതിനെ പ്രഷറിന് എഗൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ഈ ഗ്രാഫിൽ എന്ത് മനസ്സിലായി? കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഇവിടെയൊക്കെ ലോ പ്രഷറാണ് അല്ലെ? കുറഞ്ഞ പ്രഷറിൽ ഇവിടെ ലോ പ്രഷറാണ്. ഇങ്ങോട്ട് പോകുന്തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ലോ പ്രഷറിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇങ്ങോട്ട് വരുന്തോറും പ്രഷർ കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ? പിന്നെ ഇങ്ങോട്ട് വരുന്തോറും ഹൈ പ്രഷർ റീജിയൻ ആണ്. ഈ ഹൈ പ്രഷർ റീജിയനിൽ എങ്ങനെയാ? എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. പ്രഷർ എത്ര കൂടിയാലും എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷന് വ്യത്യാസമൊന്നുമില്ലാതെ മേളിലോട്ടും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല, റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഹൈ പ്രഷറിൽ. ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എടുത്ത ഗ്രാഫാണ്. അതുകൊണ്ട് ഈ കർവ് അല്ലെങ്കിൽ ഗ്രാഫിനെ പറയുന്നത് അഡ്സോർപ്ഷൻ ഐസോതെർം എന്നാണ്. അപ്പൊ എന്താണ് അഡ്സോർപ്ഷൻ ഐസോതെർം? ദ കർവ് ഓർ ഗ്രാഫ്. ഈ ഗ്രാഫ് എന്തിനെ കാണിക്കുന്നതാ? പ്രഷറിനനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷന്റെ വ്യതിയാനത്തെ കാണിക്കുന്ന ഗ്രാഫാണ്. ദ കർവ് ഓർ ഗ്രാഫ് വിച്ച് ഷോസ് the variation of extent of adsorption with pressure is called adsorption isotherm. അപ്പം ഗ്രാഫിൽ എന്ത് മനസ്സിലായി? അറ്റ് ലോ പ്രഷർ ഇങ്ങോട്ട് വരുന്തോറും കൂടുന്നു, അതിനനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും കൂടുന്നു. പക്ഷെ ഹൈ പ്രഷറിലോ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നുമില്ല കുറയുന്നുമില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ റീജിയനിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഇനി നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം. അതായത് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് x/m ഈക്വൽസ് kp raised to 1/n. k എന്നും കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് അഡ്സോർബെന്റ് ആൻഡ് അഡ്സോർബേറ്റ്.
P എന്ന് പറഞ്ഞാൽ pressure, x by m എന്താണ്? Extent of adsorption. X is mass of adsorbate and m is mass of adsorbate. ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത് Freundlich adsorption isotherm എന്നാണ്. What is Freundlich adsorption isotherm? The equation that is x by m equals kp raised to 1 by n is called Freundlich adsorption isotherm, where x is amount of adsorbate, m is amount of adsorbent, k and n are constant, which depends upon adsorbent and adsorbate, and p is the pressure. പിന്നെ adsorption isotherm എന്താണ്? The graph or curve which shows the variation of extent of adsorption with the pressure is called adsorption isotherm. At a lower pressure region, extent of adsorption increases with increase in pressure, while at a high pressure region, extent of adsorption remains constant. That is, at a high pressure region, extent of adsorption is independent of pressure. അപ്പൊ മുമ്പേ ഞാൻ വരച്ച ഗ്രാഫില് ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലെ ഗ്രാഫാ വരച്ചത്. ഇവിടെ ഇപ്പൊ ഈ ഗ്രാഫില് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് പ്ലോട്ടഡ് അഗൈൻസ്റ്റ് പ്രഷർ. ഇത് ഈ കർവ് വരുന്നത് 195 കെൽവിൻ ടെമ്പറേച്ചറില്, അടുത്ത ഈ കർവ് വരുന്നത് 244 കെൽവിൻ ടെമ്പറേച്ചറിൽ, അടുത്ത ഈ ഗ്രാഫ് വരുന്നത് 293 കെൽവിൻ ടെമ്പറേച്ചറിൽ. അപ്പൊ നോക്കിയേ, താഴോട്ട് വരുന്തോറും ടെമ്പറേച്ചർ കൂടിയല്ലേ വരുന്നത്. ടെമ്പറേച്ചർ കൂടി വരുമ്പോ എങ്ങനെയാ നമ്മളൊരു നിശ്ചിത പ്രഷറിൽ എടുക്കാം. ഈ പ്രഷറിലെ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ നോക്കാൻ പോവാണ്. അത് 195 കെൽവിൻ ടെമ്പറേച്ചറിൽ ഈ പ്രഷറിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ 195 കെൽവിൻ ടെമ്പറേച്ചറിൽ എത്രയാ? ഇവിടെ വരും, ഈ വാല്യൂ വരും അല്ലെ. അതേസമയം 244 കെൽവിൻ ടെമ്പറേച്ചറിലോ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈ വാല്യൂ വരും. 293 കെൽവിൻ ടെമ്പറേച്ചറിലോ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈ വാല്യൂ വരും അല്ലെ. അതായത് എക്സ്റ്റെന്റ് ഓഫ് ഒരു നിശ്ചിത പ്രഷർ എടുക്കുമ്പോൾ, അതായത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ടെമ്പറേച്ചർ കൂടുന്തോറും എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്തുവാ? കുറയുന്നു. അതല്ലേ നമ്മൾ പഠിച്ച ഇൻ കേസ് ഓഫ് ഈസ് ഓപ്ഷൻ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ്. അപ്പൊ ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ്, അത് വ്യക്തമാണ് എന്തുവാ, അറ്റ് എ ഫിക്സഡ് പ്രഷർ extent of adsorption decreases with increase in temperature. ഇങ്ങോട്ട് വരുന്നതോറും ടെമ്പറേച്ചർ കൂടുക. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷന്റെ ഗ്രാഫ് താഴോട്ടല്ലേ വരുന്നത്. ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് extent of adsorption decreases with increase in temperature at a particular pressure. ഇനി നോക്ക്, ഈ ഇക്വേഷൻ എന്താ പറയാ? Freundlich adsorption isotherm x by m equals kp raised to 1 by n. ഇനി നമുക്ക് ഇതിന്റെ ലോഗരിതം ഒന്ന് എടുക്കാം. log x by m equals log k plus 1 by n log p. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സർഫസ് കെമിസ്ട്രി. ഇതിന് പ്രോബ്ലംസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. മാക്സിമം മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. But taking logarithm of Freundlich adsorption isotherm, log x by m equals log k plus 1 by n log p. അപ്പൊ നമ്മൾ ഇവിടെ log x by m നെ ഏതിന് അഗൈൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം? log x by m is plotted against log p. log p ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാ കിട്ടുന്നത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 by n ആണ്. നമ്മള് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടില്ലേ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ y equals mx plus c. m എന്ന് പറയുന്നത് സ്ലോപ്പ്, ഇവിടെ m എന്താ? 1 by n. x എന്ന് പറഞ്ഞ വേരിയബിൾ, പ്രഷർ വേരി ചെയ്യുമല്ലേ. അതുപോലെ yയും വേരിയബിൾ ആണ്, x by m വേരി ചെയ്യുമല്ലേ. അപ്പൊ ഇവിടെ y ഈക്വൽസ് ഇത് mx plus c. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ജോമെട്രി മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ c എന്ന് പറയുന്നത് ഇവിടെ എന്താ? കോൺസ്റ്റന്റ് log k. അതേതാ? ഇന്റർസെപ്റ്റ്. അപ്പൊ ഇന്റർസെപ്റ്റ് gives log k and slope of the line gives m, slope 1 by n. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, at a particular pressure extent of adsorption decreases with increase in temperature. അടുത്ത നോക്കി, ഈ രണ്ട് ഗ്രാഫ് നോക്കിയേ. കെമിസ് ഓപ്ഷന്റെ ഫിസിക്സ് ഓപ്ഷന്റെ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷന്റെ വേരിയേഷൻ.
വേരിയേഷൻ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് ടെമ്പറേച്ചർ. കെമിസോർപ്ഷനിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇതിനെ നമ്മൾ എന്തോ പറയുന്നത്, ആക്ടിവേഷൻ എനർജി. മുമ്പേ ഡിഫറൻസ് പറഞ്ഞു. കെമിസോർപ്ഷൻ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് ഇൻവോൾവ്. നമ്മള് ഗ്രാഫ്, അതായത് ആവറേജ് കൈനറ്റിക് എനർജിയും പിന്നെ മോളിക്യൂൾസ് ഈ ത്രഷോൾഡ് എനർജി, ആ ത്രഷോൾഡ് എനർജി മൈനസ് ആവറേജ് കൈനറ്റിക് എനർജി, ആ ഡിഫറൻസ് ഇൻ എനർജി പറയുന്നത് ആക്ടിവേഷൻ എനർജി. അപ്പൊ ഇവിടെ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് ഇൻവോൾവ് ഇൻ കേസ് ഓഫ് കെമിസോർപ്ഷൻ, while in case of physisorption no activation energy is involved. അതിൽ ആക്ടിവേഷൻ എനർജി ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം, ഇങ്ങോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടി വരിക. അപ്പൊ തുടക്കത്തിലൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും കൂടുവാണ്. പിന്നെ ടെമ്പറേച്ചർ വീണ്ടും കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡീസോർപ്ഷൻ ടേക്സ് പ്ലേസ്. അതുകൊണ്ട് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ, അഡ്സോർബ് ചെയ്ത് അഡ്സോർബന്റിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസ് അങ്ങ് റിമൂവ് ചെയ്യപ്പെടും. അതിനെ പറയുന്നത് ഡീസോർപ്ഷൻ. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നു. അപ്പൊ ഇൻ കേസ് ഓഫ് കെമിസോർപ്ഷൻ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ increases with increase in temperature at lower temperature, and at higher temperature extent of adsorption decreases with the increase in temperature. അതേസമയം ഫിസിസോർപ്ഷന്റെ കേസിൽ നമ്മൾ എന്താ ഗ്രാഫിൽ പഠിച്ചത്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നു. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും, ഇങ്ങനെ വന്നു. ടെമ്പറേച്ചർ ഇങ്ങോട്ട് പോകുന്നതും കൂടുന്നു, എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നു. അപ്പൊ ഇൻ കേസ് ഓഫ് ഫിസിസോർപ്ഷൻ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇൻ കേസ് ഓഫ് കെമിസോർപ്ഷൻ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് ഇൻവോൾവ്. ഇൻ കേസ് ഓഫ് ഫിസിസോർപ്ഷൻ നോ ആക്ടിവേഷൻ എനർജി ഈസ് ഇൻവോൾവ്. In case of chemisorption, extent of adsorption increases with the increase in temperature initially, and at a higher temperature, extent of adsorption decreases with increase in temperature. While in case of physisorption, extent of adsorption decreases with the increase in temperature. ഇതാണ് വേരിയേഷൻ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് ടെമ്പറേച്ചർ. ഇനി നമ്മളൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം, അതായത് ഒരു സൊല്യൂഷൻ ഫേസിൽ നടക്കുന്ന അഡ്സോർപ്ഷന്റെ കേസിൽ ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതേം, നമ്മുടെ മുമ്പേ പഠിച്ച ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതേം എങ്ങനെയാ, XIM equals K(T)(1n) ആയിരുന്നു. അപ്പൊ അത് നമ്മൾ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ഓൺ സോളിഡ്, ഗ്യാസിന്റെ പ്രഷറാ. അപ്പൊ ഇൻ കേസ് ഓഫ് സൊല്യൂഷൻ ഫേസ് നമ്മള് കോൺസെൻട്രേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, C എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പൊ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് Front-ish adsorption isotherm is XIM equals K(C)(1n), where C is the concentration of solution. അടുത്തതിന് നമുക്ക് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോ ഒരു പാത്രത്തില് അതിനെ വായുവിനെ മൊത്തം അതിന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വാക്വം ക്രിയേറ്റ് ചെയ്യണം ആ വെസലിനകത്ത്. അപ്പൊ നമ്മള് ചാർക്കോൾ അതിനകത്ത് ഇടുക. അപ്പൊ ചാർക്കോൾ എന്ത് ചെയ്യും, ഓക്സിജനെ മുഴുവൻ അഡ്സോർബ് ചെയ്യും. അപ്പൊ ട്രേസസ് ഓഫ് ഓക്സിജൻ ഈസ് അഡ്സോർബ്ഡ് ബൈ ആനിമൽ ചാർക്കോൾ ഇൻ എ വെസൽ. അപ്പൊ നമ്മളൊരു പാത്രത്തിൽ ഈർപ്പത്തെ മാറ്റണം. ഈർപ്പത്തെ മാറ്റണമെങ്കിൽ അതിനകത്ത് സിലിക്ക ജെൽ ആഡ് ചെയ്യുക. മുമ്പേ പറഞ്ഞു സിലിക്ക ജെൽ അഡ്സോർബ് വാട്ടർ. അപ്പൊ പാത്രത്തിലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മൊത്തം സിലിക്ക ജെല്ലിന്റെ സർഫസിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും. പിന്നെ ആ സിലിക്ക ജെല്ലിനെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. പാത്രത്തിനകത്തെ മോയ്സ്ചർ, ഈർപ്പം മുഴുവനും പോകും. അതുപോലെ ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യാൻ, അതായത് നമുക്ക് അസുഖം വരുമ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്തുവാ, ആ ടാബ്ലറ്റിന്റെ സർഫസിൽ ഈ അസുഖത്തിന് കാരണക്കാരനായിട്ടുള്ള അണുക്കൾ വന്ന് പറ്റി പിടിച്ചിരിക്കും. Curing of diseases, that is the drugs adsorb disease causing germs. Diseasesine കാരണമായ germsine ഡ്രഗ്സ് അഡ്സോർബ് ചെയ്യും. അതുപോലെ മുമ്പേ പറഞ്ഞു റോ ഷുഗറിലെ കളറിനെ മൊത്തം ആനിമൽ ചാർക്കോൾ അഡ്സോർബ് ചെയ്യും. കളറിംഗ് മാറ്റർ ഈസ് അഡ്സോർബ്ഡ് ബൈ ആനിമൽ ചാർക്കോൾ. അതുപോലെ കോൾ മൈൻസിലൊക്കെ കൽക്കരി ഖനികളിലൊക്കെ പോയിസണസസ് ആയിട്ടുള്ള ഗ്യാസസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ഇൻഹേൽ ചെയ്യാതിരിക്കാനായിട്ട് ഗ്യാസ് മാസ്ക് വെക്കും. അപ്പൊ ഈ ഗ്യാസ് മാസ്കിന്റെ സർഫസിൽ വന്ന് പോയിസണസ് ഗ്യാസ് അഡ്സോർബ് ചെയ്യും. അപ്പം കോൾ മൈൻസ് ഗ്യാസ് മാസ്ക് ഈസ് യൂസ്ഡ് ടു അഡ്സോർബ് പോയിസണസ് ഗ്യാസസ്. അപ്പൊ പോയിസണസ് ഗ്യാസിനെ നമ്മൾ ഇൻഹേൽ ചെയ്യത്തില്ല, ഗ്യാസ് മാസ്കിന്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യത്തേയുള്ളൂ. ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. എന്തൊക്കെയാണ്? Traces of oxygen is adsorbed by charcoal in a vessel, and
In gas mask is used in coal mines to adsorb poisonous gases, and silica gel is used as adsorbent to remove moisture from a vessel, and removal of coloring matter from sugar using animal charcoal, and curing of diseases, that is drugs എന്ന് പറഞ്ഞാൽ മെഡിസിൻ, adsorb disease causing germs. അപ്പൊ നമുക്കിനി സർഫസ് കെമിസ്ട്രിയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്നായിട്ട് പഠിക്കുക.